ഓക്കെ. ഈ അമൃത, നമ്മള് കളിക്കാരെ കുറിച്ച് പറയുന്നു, പക്ഷെ കളിക്കാരെ പോലെ തന്നെ നമ്മൾ എടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു പേരുണ്ട്, പരിശീലകൻ ആമയ് ഖുറേസിയ. അതൊരു അസൽ മുതലാളി. നമ്മൾ നേരത്തെ 4 മണിക്ക് ജയേഷ് ജോർജ് സംസാരിച്ചല്ലോ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെയിൽ എൻഡേഴ്സിലേക്ക് വരുമ്പോൾ റൺസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണത്തേക്ക് വരുമ്പോൾ ആമയ് ഖുറേസിയ എന്ന് പറയുന്ന ആ ഒരു പരിശീലകന്റെ മികവ് കൂടിയാണ്. മണിക്കൂറുകളോളം നമ്മളെ ബൗളർമാരെ ബാറ്റർമാരാക്കി നെറ്റ്സിലുണ്ടായിരുന്നു അല്ലേ സച്ചിൻ? അദ്ദേഹത്തിന്റെ വളരെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ അത് ഗ്രൗണ്ടിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടി. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഓരോ റൺസ് എടുക്കുമ്പോഴും അദ്ദേഹം കൈയടിക്കുന്നുണ്ടായിരുന്നു. ഓരോ വിക്കറ്റിനും ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു താരത്തെ പോലെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. കോച്ചിനെ നമ്മൾ എന്ത് പറഞ്ഞാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടത്? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു ഇന്ത്യൻ പ്ലെയർ ആണ്, എസ്പെഷ്യലി ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്. സോ അദ്ദേഹം കാരണം നമ്മള് കൂടെ പുറത്തിരിക്കുകയല്ല, കൂടെ കളിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പം എനിക്ക് തരുന്ന മെസ്സേജസ് ആയിക്കോട്ടെ, എല്ലാ പ്ലേസിനും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ, കാരണം വലിയ ഒരു ബിഗ് താങ്ക്സ് ടു നമുക്ക് ഞാൻ പറയേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ കോച്ച്. കാരണം അത്രയും നമ്മുടെ ഹാർഡ് വർക്ക് നമ്മളെ പ്ലേസിനെ ചെയ്യിച്ചിട്ടുണ്ട്. കാരണം നമ്മള് നമ്മുടെ ആ ഒരു വെസ്റ്റ് സോണിൽ നിന്ന്, സെൻട്രൽ സോണിൽ നിന്ന് വരുന്ന അവിടെ ആൾക്കാരൊക്കെ നമ്മൾ പറയും അവർ പിന്നെ കടു പ്ലേയേഴ്സ് ആണെന്ന് പറയും. എസ്പെഷ്യലി മുംബൈ വെസ്റ്റ് സോണിൽ നോക്കുവാണെങ്കിൽ മുംബൈ, ഈ സെൻട്രൽ സോണിൽ നോക്കുവാണെങ്കിൽ മധ്യപ്രദേശ് ഒക്കെ അവർ ഭയങ്കര കടു പ്ലേയേഴ്സ് ആണ് നമ്മൾ എപ്പോഴും പറയും. അപ്പോ ആ ഒരു അവര് എന്താണോ അവരുടെ വർക്ക് എത്തിക്സ് എന്താണോ നമ്മൾ ക്രിക്കറ്റേഴ്സ് ഫോളോ ചെയ്യേണ്ടത്, അത് നമ്മുടെ കേരള ടീമിൽ അദ്ദേഹം കൊണ്ടുവന്നു. നമ്മള് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടൈലൻഡേഴ്സ് ആയിരുന്നു വലിയൊരു നമുക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല അവരുടെ. കാരണം നമുക്കറിയാമല്ലോ ഇപ്പൊ ക്രിക്കറ്റ് ഒരു മാറി വരികയാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ താഴെ നിന്ന് റണ്ണ് കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു അഡീഷണൽ പോയിന്റ് ആണ് നമ്മുടെ ടീമിന്. അപ്പൊ അത് മാക്സിമം നമുക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇവൻ നിതീഷ് ആയിക്കോട്ടെ, ബേസിൽ തമ്പി, ബേസിൽ NP, ശർവട്ടെ, ജലജ് ബാറ്റ് ചെയ്യുന്ന ഒരാളാണ്. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ഒരു ബാറ്റ്സ്മാനെ പോലെ തന്നെ അവർക്കും നെറ്റ്സിൽ ബാറ്റിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിട്ടേൺ ആയിട്ടാണ് നമുക്ക് ബേസിൽ തമ്പിയും സൽമാന്റെ ആ ഒരു വലിയൊരു പാർട്ണർഷിപ്പ് ക്വാർട്ടർ ഫൈനലില്, പിന്നെ നിതീഷിന്റെയും അസ്രുദ്ദീന്റെയും ആ ഒരു ഇന്നിങ്സ് അഗൈൻസ്റ്റ് MP. അപ്പോ നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിന്റെ റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ എല്ലാ ക്രെഡിറ്റും നമ്മുടെ കോച്ച് അമേയ് സാറിനുള്ളതാണ്.